ഒമാന്റെ വ്യാവസായിക മുന്നേറ്റത്തിന് കരുത്തു പകരാൻ മലയാളി കമ്പനി. ഒമാനിലെ പ്രമുഖ സ്ഥാപനമായ അൽ ഫിദാൻ സെറാമിക് ഖസാൻ ഇക്കണോമിക് സിറ്റിയിൽ യൂണിറ്റ് സ്ഥാപിക്കാനായി സുപ്രധാന കരാർ ഒപ്പിട്ടു. 6 മില്യൺ റിയാൽ നിക്ഷേപത്തിലാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഒമാൻ വിഷൻ 2040 ഭാഗമായ വ്യവസായ വൈവിധ്യവൽക്കരണത്തിലെ സുപ്രധാന നിക്ഷേപ കരാറിലൊന്നാണ് മലയാളി ഉടമസ്ഥതയിലുള്ള അൽ ഫിദാൻ സെറാമിക് ഒപ്പുവെച്ചത്. മസ്കറ്റിലെ മസ്കറ്റ് ഗാലയിൽ നടന്ന ചടങ്ങിൽ കമ്പനിയുടെ ചെയർമാൻ നജീബ് സിപിയുടെ സാന്നിധ്യത്തിൽ ഡയറക്ടർ മുഹമ്മദ് ഷാബിൽ അബ്ദുൾ റസാഖ്, ഗാസ ഇൻ ഇക്കണോമിക് സിറ്റി സിഇഒ സലീം ബിൻ സുലൈമാൻ അൽ തുഹ്ലി എന്നിവർ കരാർ ഒപ്പിട്ടു. ചടങ്ങിൽ ഖായിസ് ബിൻ മുഹമ്മദ് ബിൻ മൂസ അൽ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ഒമാൻ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് ബിൻ സയ്യിദ് അൽ മവലി മുഖ്യാതിഥിയായിരുന്നു. മലയാളി നിക്ഷേപകർ ഒമാൻ സർക്കാർ ഒരുക്കിയിരിക്കുന്ന വിവിധ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അൽ ഫിദാൻ സെറാമിക് ചെയർമാൻ നജീബ് സിപി പറഞ്ഞു. വേഗത്തിൽ വളർന്നുവരുന്ന സാമ്പത്തിക വ്യവസ്ഥ, ശക്തമായ ഇൻഫ്രാസ്ട്രക്ചർ വികസനം, നിക്ഷേപ സൗഹൃദ നയങ്ങൾ എന്നിവ കൊണ്ട് ഒമാൻ അന്താരാഷ്ട്ര നിക്ഷേപകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാനിലെ സാമ്പത്തിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് ദുഃഖം, സലാല, ഖാസായിൻ എന്നിവിടങ്ങളിലെ സാമ്പത്തിക മേഖലകളിലായി 200 മില്യൺ റിയാലിലധികം മൂല്യമുള്ള പദ്ധതികളായി വിവിധ കമ്പനികൾ ചടങ്ങിൽ കരാർ ഒപ്പിട്ടു. ഉന്നത നിലവാരമുള്ള നിക്ഷേപങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിൽ ഒമാൻ കൈവരിച്ച വലിയ മുന്നേറ്റമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. പ്രാദേശികമായ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക, ഒമാനി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത്. കൈരളി ന്യൂസ്, ഒമാൻ. ഗൾഫ് കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്.